അനദർ ഓഫ് ഡേ. നൈറ്റ് ഡ്യൂട്ടിക്ക് മുന്നേയുള്ള ഓഫ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യുദ്ധത്തിന് മുന്നേയുള്ള ശാന്തത. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫ് ഡേയ്സിൽ എണീക്കാൻ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആയിരിക്കും, ലഞ്ച് ഗ്രാൻഡ് ആയിരിക്കണം. ഇന്നലെ കിടക്കാൻ നേരം നയൻതാരയുടെ ലേറ്റസ്റ്റ് അന്നപൂർണ്ണ മൂവി കണ്ടിട്ടാണ് കിടന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിങ്സ്. അപ്പോൾ മോർണിംഗ് തന്നെ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിലെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ ബിരിയാണി വയ്ക്കാൻ വലിയ പാത്രങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ഫൈനൽ ഔട്ട്കം എന്താവുമെന്ന് ഗോഡ് ഓൺലി നോസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലെ ബിരിയാണി എന്ന് പറയുന്നത് കോഴിക്കോട് 6 വർഷം ബാബുക്കയുടെ ബിരിയാണി. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു കടയുണ്ട്, അതാണ് ബാബുക്കയുടെ കട. അപ്പോൾ ഞങ്ങൾ ലീവുള്ള സമയത്തൊക്കെ അവിടെ പോയി ബിരിയാണി കഴിക്കും. പിന്നെ പാരഗൺ. ശരിക്കും കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ബിരിയാണി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ മഞ്ജുമ്മ ഇപ്പം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തരും. അപ്പോൾ ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ഫ്ലോപ്പ് ആവും. പിന്നെ വിചാരിച്ചു നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ലേ, വേറെ ആരെ തൃപ്തിപ്പെടുത്താനോ, നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി. ആ കാര്യത്തിൽ ഞാൻ 100% വിജയിച്ചു. ഇത് പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു. യമ്മി.